ലോർഡ്. ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ, ഒരു നല്ല ദിവസം ആശംസിക്കുക. പ്രത്യേകിച്ച് ഇന്ന് മൂന്നാമത്തെ വെള്ളിയാണ്. ഗാഗുൽത്തായി ഞങ്ങൾ മരിയൻ ഫ്രൈഡേ എന്ന് പറയും. പരിശുദ്ധ അമ്മയുടെ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട്, അമ്മയുടെ മധ്യസ്ഥം ചോദിച്ചുകൊണ്ട് നമ്മുടെ നിയോഗങ്ങളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒരുക്കുന്ന ഒരു വെള്ളിയാണ്. പ്രിയമുള്ളവരെ, അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കും. സ്നേഹനിധിയായ നമ്മുടെ അമ്മ ശക്തമായ മധ്യസ്ഥയാണ്. നമുക്ക് വേണ്ടി യേശുവിനോട് അമ്മ പ്രാർത്ഥിക്കും. നാം അമ്മയോട് അപേക്ഷിക്കുമ്പോൾ തൻ്റെ പുത്രനിലേക്ക് നമ്മെ നയിക്കുന്നതിനും യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നതിനും അമ്മയ്ക്കൊരു പ്രത്യേക പങ്കുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കൂടാതെ നമ്മുടെ ആവശ്യങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഈശോയോട് നമ്മുടെ അമ്മ എപ്പോഴും മധ്യസ്ഥം പ്രാർത്ഥിക്കും. ഒരു അമ്മ എന്ന നിലയിൽ പരിശുദ്ധ കന്യാമറിയത്തിന് വലിയ റോളുണ്ട്. മറിയത്തെ യേശുവിൻ്റെ സ്നേഹനിധിയായ അമ്മയായും അതിൽ കൂടുതലായി നാം എല്ലാവരുടെയും സ്നേഹനിധിയായ അമ്മയായും നാം കാണുന്നുവെങ്കിൽ, ഒരു അമ്മ എന്ന നിലയിൽ പരിശുദ്ധ കന്യാമറിയം സ്വാഭാവികമായും തൻ്റെ കുട്ടികളെ പരിപാലിക്കുകയും അവർക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ യേശുവുമായി പരിശുദ്ധ കന്യാമറിയത്തിന് വലിയ ബന്ധമുണ്ട്. ആ ബന്ധത്തിനൊരു തെളിവാണ് കാനായിലെ അത്ഭുതത്തിൽ നാം കാണുന്നത്. പരിശുദ്ധ കന്യാമറിയത്തിന് നമ്മുടെ നിയോഗങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് തിരുക്കുമാരനെ സ്വാധീനിക്കാൻ നമ്മുടെ അമ്മയ്ക്ക് സാധിക്കും. അതുപോലെ അമ്മ ശക്തി മാധ്യസ്ഥയാണ്. അനേക കാര്യങ്ങൾക്ക് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥം അനുഭവത്തിൻ്റെ വെളിച്ചം നമ്മൾ പലരും കാണുന്നുണ്ട്. യേശുവായിട്ടുള്ള അഭേദ്യമായ അതുല്യമായ ബന്ധവും ഒപ്പം തന്നെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിശുദ്ധിയും ശക്തമായ ഇടപെടലിന് മറിയത്തെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഈശോ ഉപകരണമാക്കും. പ്രിയമുള്ളവരെ, മറക്കരുത്, നമ്മെ യേശുവിലേക്ക് അടുപ്പിക്കുന്നതിനും യേശുവിന് മാർഗനിർദ്ദേശം തേടുന്നതിനും അമ്മ വഹിച്ച പങ്ക് വലുതാണെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ ദിവസം നമ്മുടെ എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ നമുക്ക് ഈശോയോട് സമർപ്പിക്കാം. തീർച്ചയായിട്ടും ഗാഗുൽത്തായി വരുന്ന മക്കൾക്കും വിദൂരത്തു നിന്ന് ഓൺലൈനിലൂടെയും മറ്റ് നവമാധ്യമങ്ങളിലൂടെയും കാണുന്ന മക്കൾക്ക് തീർച്ചയായിട്ടും അനുഗ്രഹത്തിൻ്റെ വലിയ ചാനലായി മാറുവാൻ പരിശുദ്ധ കന്യാമറിയത്തിന് സാധിക്കും. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് മൂന്നാമത്തെ വെള്ളി ആയതുകൊണ്ട് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മധ്യസ്ഥയിൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം. ഈശോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ ഈശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.